ഹലോ ഗൈസ്, വെൽക്കം ടു ഹെബ്രോൺ അക്കാഡമി. ഇന്ന് നമ്മൾ ബിടെക് ഫൈനൽ ഇയറിലെ DSSലെ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. Determine the design of tensile of the plate 130 by 12 mm with end 16 mm bolt as shown in figure. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ഓക്കെ, നമുക്കൊരു ടെൻസൈൽ പ്ലേറ്റിൻ്റെ ഡിസൈനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ എൻഡ് എങ്ങനെയാണ് 16 mm ബോൾട്ട് വെച്ച്, അതായത് ഫിഗറിൽ കാണുന്ന പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കതിൻ്റെ ടെൻസൈൽ കണ്ടുപിടിക്കണം. ഓക്കെ, ആക്ച്വലി പിക്ചർ ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. ക്വസ്റ്റിനിൽ നമുക്ക് കുറച്ച് ഡേറ്റാസൊക്കെ അങ്ങനെ മനസ്സിലാവും. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 35, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 60. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് സ്റ്റെപ്പ് 1 എഴുതാം. ഓക്കെ, സ്റ്റെപ്പ് 1. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ 130 by 12 എന്ന് തന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് ബ്രെഡ്ത്തും തിക്നെസ്സും എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് B is equal to 130 mm, T is equal to 12 mm. FUയും FOയും ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ അസ്യൂം ചെയ്തെടുക്കണം FUയും FOയും ഒക്കെ. ഞാൻ FU 410 ആയിട്ടും FI 250 ആയിട്ട് അസ്യൂം ചെയ്തെടുത്തു. ഓക്കെ, അസ്യൂം ചെയ്തെടുത്തു. ഡയാമീറ്റർ 16 mm എന്ന് പറയുന്നുണ്ട്. D is equal to 16 mm. എനിക്ക് D0 കണ്ടുപിടിക്കണം, which is equal to 60 plus 2, that is equal to 18 mm. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ളത്. തന്നിട്ടുള്ള ഡേറ്റാസ് എടുത്ത് എഴുതുക. FUയും FOയും നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, Dയും D0യും കണ്ടുപിടിക്കുക. D 16 ആണ്. സോ D0 എന്ന് പറയുന്നത് 16 2 കൂട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 തീർക്കും. അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് 2 എഴുതാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു yielding കണ്ടുപിടിക്കണം. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു yielding. അതിനായിട്ട് നമ്മുടെ IS 800-2007 കോഡ് എടുത്തതിന് ശേഷം അവിടെ പേജ് നമ്പർ 32 ക്ലോസ് നമ്പർ 6.2 എടുക്കുക. അവിടെ ആണെങ്കിൽ ഒരു ഫോർമുല കാണാം. അതായത് TDG is equal to AGFY divided by gamma MO എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് AG എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഏരിയയാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ 130 by 12 ആണെന്ന്. അത് തന്നെയാണ് അവിടുത്തെ ഗ്രോസ് ഏരിയ. ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്, ദാറ്റ് ഈസ് 130 into 12. FY നമ്മൾ അസ്യൂം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു 250. ഓക്കെ, അപ്പോൾ അതിട്ട് കൊടുക്കുക. 250 by ഗാമ എം 1.1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും 354545.4 ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ന്യൂട്ടനെ നമുക്ക് കിലോ ന്യൂട്ടൺ ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് 3 സ്ഥാനം മാറ്റി കൊടുക്കുമ്പോൾ 354.54 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടുത്തെ TDGയുടെ വാല്യൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഇല്ലല്ലോ, ഇത്രയാണ്. ഓക്കെ, തീർന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 3, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. നമ്മുടെ കോഡ് എടുത്തിട്ട് പേജ് നമ്പർ 32 ക്ലോസ് 6.3 എടുക്കുക. അവിടെ TDN is equal to 0.9 ANFU by gamma ML എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് തൊട്ട് താഴെ തന്നെ ANൻ്റെ
ഫോർമുലയുണ്ട്. AN എന്ന് പറയുന്നത് B മൈനസ് എൻ ഡി സീറോ ഇൻറ്റു ടി, അങ്ങനെ. ഓക്കെ, ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് 130 മൈനസ് എൻ എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഇവിടെ ആക്ച്വലി 4 വോൾട്ട് കാണും. ആ 4ൻ്റെ ഹാഫ്, അതായത് ഒരു ഹാഫ് പാർട്ടിൽ എത്ര വരും, അതാണ് എൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 വരും. 2 ഇൻറ്റു ഡി സീറോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയറൻസ് ഡയമീറ്റർ ദറ്റ് ഇസ് 18 കണ്ടുപിടിച്ചിട്ടുണ്ട്. 18 ഇൻറ്റു ടി, ടി തിക്നെസ് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് AN കിട്ടും. AN 1128 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്ന് TDNൻ്റെ ഫോർമുല ഇട്ട് കൊടുക്കാം. TDN ഇസ് ഈക്വൽ ടു 0.9 ഇൻറ്റു AN ഇപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു 1128 ഇൻറ്റു FU 410 നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ ഗാമ ML. ഗാമ MLൻ്റെ വാല്യൂ നമുക്കറിയാം 1.25. ഇത് രണ്ടും മാറിപ്പോയത്. ഗാമ ML എന്ന് പറയുന്നത് 1.25 ആണ്, ഗാമ MO എന്ന് പറയുന്നത് 1.1 ആണ്. ഇത് രണ്ടും ആക്ച്വലി കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് രണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയാണ് സ്റ്റെപ്പ് 3 വരുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4. ഓക്കെ, സ്റ്റെപ്പ് 4ലാണെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. അതിനാണെങ്കിൽ നമ്മുടെ കോഡ് എടുക്കുക. കോഡിൽ പേജ് നമ്പർ 33 ക്ലോസ് നമ്പർ 6.4.1 എടുക്കുക. 6.4.1 അവിടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുല, 2 ഫോർമുല കാണാൻ പറ്റും. TDP ഈസ് ഈക്വൽ ടു AVG FY ബൈ √3 ഗാമ MO പ്ലസ് 0.9 ATN FU ബൈ ഗാമ ML. ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. തൊട്ട് താഴെ വേറെ ഒരു ഫോർമുലയുണ്ട്. TDP ഈസ് ഈക്വൽ ടു, ഞാനിതിന് TDP 1 എന്നും TDP 2 എന്നും കൊടുക്കാം. TDP ഈസ് ഈക്വൽ ടു 0.9 AVN FU ബൈ √3 ഗാമ ML പ്ലസ് ATG FY ബൈ √3 ഗാമ ML. ഓക്കെ, ഇതിപ്പോൾ കാണാതെ പഠിക്കാനൊന്നുമില്ല. കോഡിൽ ആ പേജ് നോക്കി എടുത്ത് എഴുതാനേ ഉള്ളൂ. എന്നിട്ട് ഇതിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി AVGയും AVNൻ്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് AVG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഏരിയ ഡ്യൂ ടു ഷിയർ എന്നാണ്. ഷിയർ കാരണമുള്ള ഗ്രോസ് ഏരിയ. അപ്പോൾ ഷിയർ റീജിയൻ വരുന്നത് ഇത്രയും റീജിയൻസിലാണ് ഷിയർ വരുന്നത്. ഓക്കെ, ഇത്രയും റീജിയൻസിലാണ് ഷിയർ വരുന്നത്. പക്ഷേ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും റീജിയനിലാണ് ടെൻഷൻ വരുന്നത്. ഓക്കെ, ഇത്രയും റീജിയനിൽ ഷിയർ വരും, ഇത്രയും റീജിയനിൽ ടെൻഷൻ വരും. ആ കാര്യം മനസ്സിലാക്കിയിരുന്നാൽ നമുക്കത് തമ്മിലുള്ള ഡിഫറൻസ് തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യാം. ഒന്നാമത്തത് AVG. AVG എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രോസ് ഏരിയ ഡ്യൂ ടു ഷിയർ. ഷിയർ കാരണം ഉണ്ടായിട്ടുള്ള ഗ്രോസ് ഏരിയ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആക്ച്വലി ഇവിടെയും ഉണ്ട്, അപ്പുറത്തും ഉണ്ട്, രണ്ടുണ്ട്. സോ 2 ഇൻറ്റു 35 പ്ലസ് 60 ഇൻറ്റു തിക്നെസ്. തിക്നെസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട് 12. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രോസ് ഏരിയ കിട്ടും. ഗ്രോസ് ഏരിയ ഡ്യൂ ടു ഷിയർ കിട്ടും. 2280 ആണ് കിട്ടുന്നത്. അടുത്ത് നമുക്കതുപോലെ AVN. AVN എന്ന് പറയുമ്പോൾ നെറ്റ് ഏരിയ ഡ്യൂ ടു ഷിയർ ആണ്, നെറ്റ് ഏരിയ. അപ്പോൾ നെറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെയും 2 ഇൻറ്റു ചെയ്യണം. ഈ 35 പ്ലസ് 60 ഇൻറ്റു 12, അതായത് ആര്, നമ്മുടെ ഈ ഗ്രോസ് ഏരിയയിൽ നിന്ന് ആക്ച്വലി ഈ ഷിയർ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു 1 ബോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ബോൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് 1.5 ബോൾട്ടിൻ്റെ ഹോളുണ്ട്. അത്രയും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൊടുക്കണം. ദാറ്റ് ഈസ് 1.5 ബോൾട്ടിന് ഞാൻ 1.5 എന്നിടാം. ഓക്കെ, 1.5 ഇൻറ്റു ബോൾട്ടിൻ്റെ ഏരിയ. ബോൾട്ടിൻ്റെ ഏരിയയ്ക്ക് ഞാൻ എന്താ ചെയ്യുക, ബോൾട്ടിൻ്റെ ഏരിയയ്ക്ക് 1.5 ഇൻറ്റു ബോൾട്ടിൻ്റെത് 80. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ ഇൻറ്റു തിക്നെസ് എത്രയാണ്, 12 ഇൻറ്റു
ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ടല്ലേ. സോ 2 ഉണ്ട്, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും എനിക്ക് കുറച്ചാലേ ആ ഗ്രോസ് ഏരിയയിൽ നിന്ന് ഞാൻ 1.5 വോൾട്ടിൻ്റെ ഡിസ്റ്റൻസ് കുറച്ചാലേ, ഏരിയ കുറച്ചാലേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? നെറ്റ് ഏരിയ ഡ്യൂ ടു ഷിയർ കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 1632 mm² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് AVL. ഇനി അതുപോലെ ATG. ATG എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഏരിയ ഡ്യൂ ടു ടെൻഷൻ. ഞാൻ പറഞ്ഞു ടെൻഷൻ ഏത് റീജിയനിൽ മാത്രമേ കാണുള്ളൂ? ഇവിടെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ എളുപ്പം 60 ഇൻറ്റു തിക്നെസ് എത്രയാണ്? 12 അല്ലേ. അപ്പോൾ 60 ഇൻറ്റു 12. ഓക്കെ, അങ്ങനെ 720 എന്ന് കിട്ടി. ഇനി TN, ATN എന്ന് പറയുമ്പോൾ എന്താണ്? നെറ്റ് ഏരിയ. അപ്പോൾ നമുക്ക് ആര് കുറയ്ക്കണമായിരിക്കും? ഈ ഗ്രോസ് ഏരിയയിൽ നിന്ന് 60 ഇൻറ്റു 12 നിന്ന് നമ്മൾ ആരെ കുറയ്ക്കണമായിരിക്കും? നമ്മുടെ, അതായത് ബോൾട്ട് കുറയ്ക്കണമായിരിക്കും. ആക്ച്വലി ഇവിടെ എത്ര ബോൾട്ട് ഉണ്ട്? ഒരു ബോൾട്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു ഹാഫ് ഉണ്ട്, ഇവിടെ നിന്നൊരു ഹാഫ് ഉണ്ട്. ആ ഹാഫും കൂടി ചേർന്നിട്ട് എത്രയുണ്ട്? 1 ഉണ്ട്. സോ അപ്പോൾ 16 ഇൻറ്റു 12 മൈനസ് 1 ഇൻറ്റു 18 ഇൻറ്റു 12. ഇത്രയും കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഒരു ബോൾട്ടിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. 504 mm² എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് 8. അപ്പോൾ ഇത്രയും വാല്യൂ കിട്ടിയെങ്കിൽ നമുക്ക് TDB1 TDB2 ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത് എളുപ്പമാണ്. TDB1 is equal to AVG FY by √3 gamma MO plus 0.9 ATN FU by gamma ML. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AVG നമുക്ക് ഓൾറെഡി അറിയാം 2280, FY 250 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 1.1 പ്ലസ് 0.9 ATN എത്ര? 504 ഇൻറ്റു FU അസ്യൂം ചെയ്ത വാല്യൂ 410 ഡിവൈഡഡ് ബൈ ഗാമ ML ദാറ്റ് ഈസ് 1.25. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 447.953 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. TDB1 കിട്ടി. ഇതുപോലെ TDB2 കണ്ടുപിടിക്കണം. ഓക്കെ, TDB2 is equal to 0.9 AVN FY divided by √3 gamma ML plus ATG FY divided by √3 gamma MO. Okay, which is equal to 0.9 into AVN 1632 into FY we know 410 divided by √3 into gamma ML 1.25 plus ATG എത്രയായിരുന്നു? 720 into FY that is 250 divided by gamma MO എത്രയാണ്? 1.1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും 441.78. അപ്പോൾ അങ്ങനെ നമുക്ക് TDB2 കിട്ടി. ഇനി നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ നമുക്ക് 4 ടെൻഷൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ 4 ടെൻഷൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ എഴുതണം. ഇപ്പോൾ ഒരു TDB1 TDB2 കിട്ടി. പിന്നെ സ്റ്റെപ്പ് 2ലും സ്റ്റെപ്പ് 3ലും നമുക്ക് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. TDN TDG കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 വാല്യൂസും എടുത്തങ്ങ് എഴുതുക. ഓക്കെ, 447.95 kN, 441.78 kN. TDN എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? സ്റ്റെപ്പ് 3ൽ 332.98 kN കിട്ടിയായിരുന്നു. 354.54 kN കിട്ടിയായിരുന്നു. ഓക്കെ, ആ വാല്യൂസ് എടുത്ത് എഴുതുക. എന്നിട്ട് ഈ 4 വാല്യൂസിലും ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എടുത്ത് എഴുതുക. അപ്പോൾ ഇതിൽ 4ലും സ്മോളസ്റ്റ് ഏതാണ്? TDN ആണല്ലേ സ്മോളസ്റ്റ്. T ആണ് ഇവർ 4ലും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, അതാണ് നമ്മുടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 4 ടെൻഷൻ വാല്യൂം കണ്ടുപിടിച്ചതിന് ശേഷം അതിലുള്ള എന്തെഴുതണം? സ്മോളസ്റ്റ് എടുത്ത് എഴുതണം. ആ കിട്ടുന്ന സ്മോളസ്റ്റ് വാല്യൂ ആണ് നമ്മുടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.